ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ അടുക്കളപ്പണിയിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നും എന്നത്തെ പോലെ ഞാൻ ഇഡ്ഡലി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തട്ടിൽ കോരി വെച്ചിട്ട് നമുക്ക് ബാക്കി ജോലി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിങ് ഉള്ളതുകൊണ്ട് ഞാൻ ഇഡ്ഡലിക്ക് അതാണ് എനിക്കെപ്പോഴും ഈ എല്ലാ ജോലികളും ഒരുമിച്ച് 7 മണിക്ക് മുന്നേ 6:45 ചോറ് കിട്ടണം. അപ്പോൾ അതിനെ കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ദോശ ചുട്ട് നിൽക്കണം. വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചുട്ട് കൊടുക്കാം. അപ്പോൾ ചുട്ട് നിൽക്കണമെന്ന് ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഇഡ്ഡലി തട്ടിലേക്ക് കോരി വെച്ചിട്ട് ചായ എന്നത്തെ പോലെ ഒരു ചായ കുടിക്കണം. എനിക്കത് ഒരു മസ്റ്റാണ്. പക്ഷേ ചില സമയങ്ങളിൽ എനിക്കത് കുടിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നൊരു തോരൻ, നല്ല വള്ളിപ്പയർ കിട്ടി. അപ്പോൾ അങ്ങനെ തോരൻ വെച്ചു. തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ കടുക് വറുത്തിട്ട് നമ്മളിതിനെ ശകലം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ആവിയിൽ തന്നെ ഇത് വേവിച്ചെടുക്കണം. ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. പച്ച ആ ഒരു ഇത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആവിയിൽ അങ്ങനെ അതിനെ റെഡിയാക്കി. ഇതിനിടയ്ക്ക് പാത്രം കഴുകാനുണ്ടായിരുന്നത്, പാത്രവും കൂടെ കഴുകി. അപ്പോൾ ഇത് സംഭവം പാത്രവും കൂടെ കഴുകുമ്പോൾ അടുത്ത് ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ ഇതിൽ നിന്ന് തന്നെ എടുക്കുക. അല്ലെങ്കിൽ കഴുകി നേരത്തെ വെച്ചിരിക്കുന്ന പാത്രങ്ങളിലെല്ലാം കൂടെ വലിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇടയ്ക്ക് പാത്രങ്ങൾ കഴുകി കുറച്ചൊക്കെ ഞാൻ കഴുകി ഇതിൻ്റെ ഇടയിൽ കൂടി ചെറിയ റെസ്റ്റുകൾ കിട്ടുമ്പോഴത്തേക്ക് കഴുകി പറക്കിയെടുക്കും. അപ്പോൾ തോരൻ്റെ പരുവം ഇതിനിടയ്ക്ക് അതിനെ ഇളക്കി കൊടുത്തിട്ട് പാത്രം കഴുകി തീർന്നു. പാത്രം കഴുകുന്നത് എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലി തന്നെയാണ്. ആ ജോലി ചെയ്ത് തീർക്കുമ്പോൾ നമ്മുടെ ശ്വാസം ഒന്ന് നേരെ വീഴും എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. തുണി നനയ്ക്കുന്നതും പാത്രം കഴുകുന്നതുമാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ജോലി എന്നാണ്. അപ്പം വല്ലതും വയ്ക്കാനാണെങ്കിൽ അടുക്കള പരിപാടിക്ക് അടുക്കളയിൽ കൂട്ടാങ്ങൾ വയ്ക്കാനും ചോറ് വയ്ക്കാനും എല്ലാത്തിനും എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ചോറ് വയ്ക്കുന്ന ആ സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്തിനിടയ്ക്ക് വെച്ച് ഞാൻ എല്ലാ കൂട്ടാനും റെഡിയാക്കും. അപ്പോൾ അതിൻ്റെ പരിപാടി അങ്ങ് ശീലിച്ചു പോയി. പെട്ടെന്ന് അങ്ങ് ചെയ്യും. അപ്പോൾ തുണി തയ്ക്കാനൊക്കെ ഉള്ളപ്പോഴൊക്കെ ഞാൻ അങ്ങനെയാണ് നേരത്തെ കയറി എല്ലാ ജോലി വീട്ടുപണികളെല്ലാം ഞാൻ ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ തയ്ക്കാനിരിക്കുന്നത്. തയ്ക്കുമ്പോൾ അങ്ങിരുന്ന് തയ്ക്കണം. എനിക്കല്ലാതെ എനിക്ക് ഓടി തയ്ക്കണം, വീട്ടിൽ ജോലി ചെയ്യണം, ഓടി വരണം, അങ്ങനെ ചെയ്താൽ എനിക്കൊരു നടക്കില്ല ജോലി. അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി എല്ലാ പണികളും ഒതുക്കിയതിന് ശേഷം മാത്രമേ ഞാൻ തുണി തയ്ക്കാനായിരുന്നാലും കയറുള്ളൂ. തൊഴിലുറപ്പിന് പോകുമ്പോഴും അങ്ങനെ തന്നെ. വീട്ടിലെ അടുക്കളയിൽ കയറി എല്ലാ പണികളും ഒതുക്കിയതിന് ശേഷമേ ഞാൻ ബാക്കി പണി കിടക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് പിന്നീട് വൈകുന്നേരം 4 മണിക്ക് ശേഷം വന്ന് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി. അപ്പോൾ രാവിലെ ഇന്ന് മീൻ കിട്ടിയില്ല. അപ്പോൾ 2-3 മുട്ടയായിരുന്നു. അതിനെ എടുത്ത് ഉള്ളിയൊക്കെ കൂടെ അരിഞ്ഞിട്ട് അതങ്ങനെ ചോറിനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ വെള്ളരിക്ക പച്ചടിയും കൂടെ വെച്ചു. അപ്പോൾ ഒരു കറിയായി. അപ്പോൾ ഇന്നത്തെ ഉച്ച ഊണിന് അതായി പരിപാടി. കണ്ണനെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കൊണ്ടുവന്നതിൻ്റെ പിറ്റാം ദിവസം ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര കാലുവേദനയും. അവനാണെങ്കിൽ താറയിൽ തൊടൂല. അത്ര ഇങ്ങനെ 2 പേര് മാറി എടുത്തുകൊണ്ട് നടക്കണം. അങ്ങനെ രാത്രിയും പകലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. അവൾക്ക് ഉറങ്ങാനും പറ്റിയില്ല, മോൾക്ക് ഉറങ്ങാനും പറ്റിയില്ല, എനിക്കും ഉറക്കം ഇല്ല. അങ്ങനെ ഞങ്ങൾക്ക് പകലും കിടന്നുറങ്ങാൻ പറ്റിയില്ല, രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഇവനെ എടുത്തുകൊണ്ട് നടന്ന് എൻ്റെ ഒരു കൈയാണെങ്കിൽ കൈതരിപ്പ്, ഇടത് കൈയാണെങ്കിൽ നല്ല കൈതരിപ്പുണ്ടായിരുന്നു. കാരണം ഈ കയ്യിൽ വെച്ച് നെഞ്ചിൽ വെച്ചാണ് കിടത്തി. അവസാനം അവ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ നെഞ്ചിൽ വെച്ച് കിടത്തി, ഞാൻ എൻ്റെ നെഞ്ചിൽ വെച്ച് കിടത്തി ഉറക്കിയതാണ്. ഉറക്കിയപ്പോൾ അത് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് അതാണ് ഒരു ശീലമായിപ്പോയി. കുളിപ്പിച്ചിരുന്നെങ്കിൽ തൊട്ടിലിൽ കിടത്തി ആട്ടി ഉറക്കം നല്ല കുളിപ്പിക്കുമ്പോൾ അവന് നല്ല ഉറക്കം വരും. അപ്പോഴങ്ങനെ തൊട്ടിലിൽ കിടത്തിയെങ്കിലും കുറച്ച് നേരം ആട്ടി. ഇത് തൊട്ടിലും കിടക്കുന്നില്ല, പായലും കിടക്കുന്നില്ല, കട്ടിലും കിടക്കുന്നില്ല, നിലത്തും കിടക്കുക. അങ്ങനെയുള്ളൊരു നല്ല നിർത്താതെയുള്ളവൻ്റെ ഒരു കരച്ചിൽ. അപ്പോഴേ കുഞ്ഞല്ലേ അവനായിട്ട് ഒരുപാട് കരയിക്കുന്ന എന്തെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് നടക്കും. അങ്ങനെ 2-3 ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല ഓർമ്മകളും നമുക്ക് എന്നും നിലനിൽക്കട്ടെ. അപ്പോൾ വൈകുന്നേരം കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കൊഴുക്കട്ട സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പച്ചരി വെള്ളത്തിൽ എടുത്തിട്ട് ഉടനടി മിക്സിയിലിട്ട് പൊടിച്ച് ലേശം ഒന്ന് വറുത്ത് അതിനെ ഒന്ന് നല്ല തേങ്ങയൊക്കെ തിരികിയിട്ട് ഒരു അടിപൊളി കൊഴുക്കട്ട ഉണ്ടാക്കി. കാരണം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഉരലിൽ കൊണ്ട് ഇടിച്ച് ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അത് നമ്മൾ ദോശക്കല്ലിൽ വെച്ച് മാവ് നിരത്തി വെച്ചിട്ട് ചൂടോടെ കഴിക്കുന്ന തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന നല്ല രസമാണ്. കൊഴുക്കട്ട കഴിക്കുന്നതിനോടൊപ്പം അതിൻ്റെ വെള്ളം ഞാൻ നിറച്ച് വെള്ളം വെച്ചു. അപ്പോൾ ആ വെള്ളം കൂടെ കുടിക്കാനാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടം. അപ്പം നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് കൊഴുക്കട്ട വൈകുന്നേരത്തേക്ക് കൊഴുക്കട്ട. ഇതിനിടയ്ക്ക് വെച്ച് എൻ്റെ സ്പൂൺ കൊണ്ട് ഞാനൊന്ന് അതിനെ ഒന്ന് പിളർക്കാൻ നോക്കിയപ്പോഴത്തേക്ക് സ്പൂൺ ഒടിഞ്ഞു പോയി. അത്രയ്ക്കുള്ള ബലമേ ആ സ്പൂണിനുള്ളൂ. എങ്കിലും ഞാൻ ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.